നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും വലിയൊരു നമസ്കാരം പറയാണ്. കാരണം ഒന്ന്, ഞാൻ തൃശ്ശൂരല്ല, കണ്ണൂരാണ് എൻ്റെ വീട്. അതുപോലെ മാതൃഭൂമി ബുക്സിൽ ഇത് രണ്ടാമത്തെ തവണയാണ് വരുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഒട ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം 1 വർഷം കഴിഞ്ഞു ഒട പ്രസിദ്ധീകരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അത് പലയിടത്തും വായന നടക്കുന്നുണ്ട്, അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയണത് വലിയ സന്തോഷം. പിന്നെ ടീച്ചർ വളരെ നല്ല രീതിയിൽ തന്നെ അതിലെ എല്ലാ കഥകളെയും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോടുള്ള നന്ദിയും ആദ്യമേ പറയുന്നു. രേവതി ചോദിച്ച ചോദ്യത്തിൽ ഒന്ന്, അത് തീർത്തും അവരുടെ മീര മാമിൻ്റെ അഭിപ്രായമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലക്ഷണമൊത്ത കഥകളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് ഞാനല്ല വിലയിരുത്തേണ്ടത്. അതെന്തായാലും വായിക്കുന്നവരും അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞവരാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കഥകൾ എഴുതണ കാലം തൊട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്, കഥ ഒന്നും ഇല്ലാണ്ട്, അതായത് എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ച് കഥാപാത്രങ്ങളെയും കുറച്ച് പ്ലോട്ടും കൊണ്ടുവന്നിട്ട് അങ്ങനെ എഴുതരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു തുടക്കവും കൃത്യമായിട്ടുള്ള ഒരു അവസാനവും വേണമെന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു അവസാനം അവരുടെ വായനയിൽ കിട്ടിയത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നമ്മുടെ ഒട എന്ന് പറയുന്ന കഥയുടെ രൂപം തന്നെ തെയ്യമാണ്. അപ്പോൾ തെയ്യം ഒരു കഥയ്ക്കുള്ളൊരു സ്പെസിമൻ എന്നതിനപ്പുറം എത്രത്തോളം ജിൻഷയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കണ്ണൂരിൽ അങ്ങ് ഉള്ളോട്ടുള്ള ഒരു നാടാണ് എൻ്റെത്. തളിപ്പറമ്പ് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും പിന്നെയും ഒരു 8-9 കിലോമീറ്റർ അകത്തോട്ട് പോകണം. അപ്പോൾ ഈ തെയ്യക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ മിക്ക ദിവസങ്ങളിലും ചെണ്ടയുടെ ശബ്ദം കേൾക്കുക. കാരണം കുറേ കാവുകളുണ്ട്, കുറേ വീടുകളുണ്ട്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുട്ടിക്കാലം തൊട്ട് കണ്ട് വളരുന്ന പരിചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തേത്, എൻ്റെ അമ്മയുടെ തറവാടിന് തൊട്ടടുത്തായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടിലെ ഈ ഒടയിൽ പരാമർശിച്ചിട്ടുള്ള പണിക്കരുടെ അമ്മയായിരുന്നു. അതായത് പണിക്കര് ജനിച്ച് വളർന്ന വീടായിരുന്നു. അപ്പോൾ ഒടയിലൊരു വയറ്റാട്ടി ആയിട്ടുള്ള ഒരു അമ്മേനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ അമ്മമ്മേനെ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് കാണുന്നതാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അമ്മമ്മയ്ക്ക് പറയാനുണ്ടാവുക തെയ്യക്കഥയാണ്. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക. ഒരു പക്ഷെ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പോലും അമ്മമ്മ അത് അവസാനിക്കുക തെയ്യത്തിൽ കൊണ്ടുപോയിട്ടാണ്. അങ്ങനെ തെയ്യം എന്ന് പറയുന്ന ഈ പേര് ഞാൻ തെയ്യം എന്താന്ന് അറിയുന്നതിനേക്കാളും മുന്നേ തെയ്യം തെയ്യം എന്നുള്ള പേരിങ്ങനെ കേട്ട് കേട്ട് വളർന്നു. പിന്നെ തെയ്യം എന്താന്ന് മനസ്സിലായ സമയത്ത് ഒരുവിധപ്പെട്ട എല്ലാ തെയ്യങ്ങളും നേരിൽ കണ്ടു. കാരണം നാട്ടിൽ കുറേ കാവുകളിൽ ഒരു കാവിൽ കെട്ടിയ തെയ്യമല്ല മറ്റൊരു കാവിൽ കെട്ടുക. അപ്പം അങ്ങനെ ഏകദേശം ഒരു 70ഓളം തെയ്യക്കോലങ്ങൾ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്, തെയ്യം തുടങ്ങിയിട്ട് തീരാറാവുമ്പോഴത്തേന്. അതുകൊണ്ട് തെയ്യത്തിന് ഏറ്റവും ചെറുപ്പകാലം തൊട്ട് അറിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, തെയ്യം എങ്ങനെയാണ് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ പ്രത്യേകിച്ച് ഈ തെയ്യങ്ങളൊക്കെയുള്ള നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ദൈവത്തിനേക്കാളും, അതായത് ഈ അമ്പലത്തിലുള്ള ദൈവങ്ങളെക്കാളും വിശ്വാസം തെയ്യത്തിനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേർച്ച കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ അത് നമ്മൾ അമ്പലത്തിൽ നേർച്ച കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക എന്നുള്ളത് പോലും അറിയില്ല. കാരണം നമ്മൾ ചെറുപ്പകാലം തൊട്ട് അമ്പലത്തിൽ പോവും, തൊഴണം വരണം എന്ന് പറയുന്ന അല്ലാണ്ട് അമ്പലത്തിൽ പോയിട്ട് ആരും ഒന്നും പ്രാർത്ഥിക്കുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ തെയ്യത്തിന് അങ്ങനെയല്ലായിരുന്നു. തെയ്യത്തിന്റെ മുന്നിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം നേരെ അടുത്ത തെയ്യത്തിന് എന്നതാണ്. അതായത് ഈ ഒരു തെയ്യക്കാലം കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുന്നത് അടുത്ത തെയ്യത്തിലേക്കാണ്. അപ്പം അങ്ങനെ ചെറുപ്പം തൊട്ട് തെയ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെയൊക്കെ ഉള്ള ആരോ ആയിട്ടായിരുന്നു ഫീൽ ചെയ്തത്. അതുകൊണ്ട് എന്താ, എവിടെയും തെയ്യം കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരടുപ്പം തോന്നാറുണ്ട്. അത് ഈ TV-യിലൊക്കെ കാണുമ്പോഴോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാണ് എന്നൊക്കെയുള്ള ഒരു അടുപ്പമൊക്കെ തോന്നാറുണ്ട്. നമ്മൾ പൊതുവെ എഴുത്തിൽ വിഷയമായിട്ട് പ്രണയം, ലൈംഗികത തുടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിലത്തെ ആത്മാംശം എന്താണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത പൊതുവെ സമൂഹത്തിനുണ്ടാവും.
അപ്പോൾ അത് എഴുത്തുകാർക്ക് അങ്ങനെ ചോദിക്കുന്ന അത്ര താല്പര്യമുള്ള വിഷയമല്ല. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ഇടയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഉപ്പ് എന്ന് പറയുന്ന ഒരു കഥ, അങ്ങനെ ഒരു ജീവിതാനുഭവം എവിടെയെങ്കിലും കേട്ടതിന് പ്രതി എഴുതിയിട്ടുള്ള ഒരു കഥയാണോ? ഇല്ല. അത് ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മള് ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ ഒരു അറിവ് തുടങ്ങിയ പ്രായം തൊട്ട് ഈ പെൺകുട്ടികൾക്ക് നേരെയുള്ള പീഡന ശ്രമം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം കേസുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അതെന്താ എങ്ങനെയാന്നുള്ള ഒരു ഏകദേശം അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ ആൺകുട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊക്കെ കാണുന്ന സമയത്ത് എന്താന്നുള്ള ഒരു സംശയം എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരുന്നു, കുറേ കാലം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടികൾക്ക് നേരെയുള്ള ഒരു അതിക്രമം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഏതോ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഇമേജ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു വാർത്ത വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കാര്യം എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങനെ ആൺകുട്ടീനെ പീഡനത്തിന് ഇരയാക്കി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു ചിത്രം ഇതാ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിനെ പറ്റിയിട്ട് ആരും എഴുതിയിട്ടില്ല. അപ്പൊ നമ്മള് പെൺകുട്ടികൾക്കെതിരെയുള്ളതാണെങ്കിലും പെൺകുഞ്ഞുങ്ങൾക്കെതിരെയുള്ളതാണെങ്കിലും ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടും എഴുതിയിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ആരും എഴുതിയിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും എല്ലാവരും എഴുതാത്തേന്നുള്ള ഒരു സംശയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതണം എന്നൊരു തോന്നൽ വന്നിട്ട് എഴുതിയ കഥയാണ്. ആ കഥ എഴുതുന്നവരെ അങ്ങനെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ കഥ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിൽ പിന്നെ അതുപോലെയുള്ള 4-5 അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടത്. ഒന്ന്, ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു അധ്യാപകനാണ് ഇപ്പൊ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് അങ്ങനെ, പക്ഷെ അതും ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ ആൺകുട്ടികൾ അതിനുശേഷവും അത്തരം അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലപ്പോൾ അവര് പറയാൻ മടിച്ചിട്ടായിരിക്കും എന്നൊക്കെ മാഷ് തന്നെ പറഞ്ഞു. കാരണം ഇത്തരം ഒരു പെൺകുട്ടിക്ക് നേരെയുള്ള ഒരു ഇതേ രീതിയിലുള്ള ഒരു അതിക്രമത്തിന്റെ കാര്യം അറിഞ്ഞ സമയത്ത് അവര് സ്കൂളിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുകയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് നേരെയും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം വന്നിട്ട് പറയാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ആരും അങ്ങനെ പരാതി പറഞ്ഞില്ല എന്നാണ് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ എഴുതുന്നത് വരെ അങ്ങനെ ഒരു അനുഭവം ഞാൻ എവിടെയും കേട്ടിട്ടില്ലായിരുന്നു. ഈ ചെറുപ്പം തൊട്ടേയുള്ള എൻ്റെ ഒരു സംശയവും ഇതെന്താ ആരും പറയാത്തെന്നുള്ളൊരു ചിന്തയും കൂടിയാണ് അങ്ങനെ ഒരു കഥയിലേക്ക് വന്നത്. ഉപ്പ് എനിക്കും ഏറെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കഥ കൂടിയായിരുന്നു. നമ്മൾ പൊതുവെ പ്രാദേശിക ഭാഷ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒട്ടുമിക്ക നോവലുകളിലും എല്ലാ കഥകളിലൊക്കെ ധാരാളമായിട്ട് കടന്നു വരാറുണ്ട്. ഇപ്പോൾ ഒരു KLFന് നമ്മുടെ ഹരി സാറിനോട് പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സർവേനായിട്ടുള്ളൊരു അദ്ദേഹം പറയുണ്ടായി, നമ്മൾ അദ്ദേഹത്തിൻ്റെ മീശ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട്, മലയാളിയാണ് അദ്ദേഹം, വായിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ കുറച്ചൊരു ഭാഗത്തെ പ്രാദേശിക ഭാഷയുടെയും മറ്റു കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഇംഗ്ലീഷിൽ അതിൻ്റെ പരിഭാഷ ഇറങ്ങി. അപ്പോൾ പരിഭാഷ ഇറങ്ങിയിട്ടാണ് ഞാൻ ആ മീശ എന്ന് പറയുന്ന നോവലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്. നമ്മൾ ജിൻഷയുടെ കഥകളിലേക്ക് നോക്കുന്ന സമയത്ത് അതിൽ പ്രാദേശിക പദങ്ങൾ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിലും ഭാഷ അങ്ങനെ ഭയങ്കര ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ജിൻഷ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സഹൃദയർക്ക് വേണ്ടിയിട്ടാണോ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അനുഭവവേദിയാകാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ഒരു എഴുത്ത്? സത്യം പറഞ്ഞാൽ എനിക്ക് അധികം ഭാഷ അറിയില്ല, അധികം വാക്കുകളൊന്നും അറിയില്ല. കാരണം ഞാൻ +2 അല്ലെങ്കിൽ 10 വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. ഞാൻ കൊമേഴ്സിലാണ് ഡിഗ്രിയും PG ഒക്കെ എടുത്തത്. അപ്പോൾ ആ ഒരു മലയാളം പഠിച്ചവരുടെ ഭാഷയും അത് പഠിക്കാത്തവരുടെ ഭാഷയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കോൺഫ്ലിക്റ്റ് ഒക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു, കുറേ അധികം വാക്കുകളൊന്നും നമുക്ക് പരിചയമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ നാട്ടിലും പരിചയം ഉണ്ടാവില്ല. കാരണം നമുക്ക് അതിനെല്ലാത്തിനും വേറെ വേറെ വാക്കുകളാണ്. ഇപ്പൊ നിങ്ങൾ പുസ്തകത്തിൽ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ തൃശ്ശൂരൊക്കെ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഞങ്ങളുടെ നാട്ടിലില്ല. ഞാനാണെങ്കിൽ പഠിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടും ഒരു 23 വയസ്സ് വരെ നാട്ടിൽ നിന്ന് പുറത്ത് എങ്ങോട്ടും പോയിട്ടുമില്ല. അപ്പൊ എനിക്ക് ആകെ അറിയുന്നത് എൻ്റെ നാട്ടിലുള്ള വാക്കുകളും പിന്നെ ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള വാക്കുകളുമാണ്. അപ്പൊ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള വാക്കുകളാണെങ്കിൽ പൊതുവെ ഭയങ്കര കട്ടിയുള്ള വാക്കുകൾ വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ള ആളാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ലളിതമായിട്ട് വാക്കുകൾ പറയുന്ന പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ
എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുള്ളത് അതാണ്, അല്ലെങ്കിൽ എൻ്റെ വായനയിൽ എനിക്ക് എപ്പോഴും സുഖം കിട്ടിയിട്ടുള്ളത് അതാണ്. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ളത് ലളിതമായിട്ട് എഴുതിയിട്ടുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ തീർച്ചയായും ഞാൻ എഴുതുമ്പോൾ അതങ്ങനെ വരുള്ളൂ. കാരണം ഞാനൊരു വായനക്കാരിയായിട്ടാണല്ലോ പിന്നെ ഞാൻ എഴുതിയതിനെ വായിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കടുകട്ടിയായിട്ടുള്ള വാക്കുകൾ അഥവാ വന്ന് പെട്ടാൽ തന്നെ അത് മാറ്റാൻ ഞാൻ നോക്കാറുണ്ട്. അതങ്ങനെ സഹൃദയരായിട്ടുള്ളതല്ല, ഞാൻ അങ്ങനെ ഒരു വായനക്കാരിയായിരുന്നു. അപ്പോൾ എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുള്ളത് അതാണ്. അപ്പൊ ആ ഒരു സന്തോഷം ചിലപ്പോൾ എന്നെ പോലുള്ള കുറെ ആൾക്കാർ വേറെ ഉണ്ടാവുമല്ലോ, ഏറ്റവും ലളിതമായിട്ടൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവര് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഞാൻ ഇന്ന് ജിൻഷയുടെ ഒരു കണ്ണൂർ എഡിഷനിൽ വരുന്ന പത്രത്തിലൊരു കുറിപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ കൃതികളിൽ, എൻ്റെ എഴുത്തിൽ പെണ്ണുങ്ങൾ കറുത്ത പെണ്ണുങ്ങളാണ്, അവർ ഒട്ടുമിക്ക സ്ത്രീകളും അവർ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഉമ്പാച്ചി, തെയ്തെഴുത്തക, അതുപോലെ പെൺമാല തുടങ്ങിയ കഥകളൊക്കെ ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന നിലയ്ക്ക് ഞാനത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ എല്ലാവരും അത് വായിക്കുമ്പോൾ അതിലത്തെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് ജിൻഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന്, എൻ്റെ ഒടയിലെ പെണ്ണുങ്ങളൊക്കെ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അമ്മാമ്മയായിരുന്നു. ഇപ്പം ഞാൻ കുഞ്ഞുനാൾ തൊട്ട് വീട് നോക്കുന്നതും ഞങ്ങളെ വളർത്തുന്നതും ഒക്കെ ഇവർ രണ്ടുപേരുമാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും വലിയ വിദ്യാഭ്യാസം ഇല്ല. അമ്മമ്മയ്ക്ക് ഒരു 4ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം ഇല്ല, അമ്മ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു കുറവും ഇല്ലാണ്ട് ഞങ്ങളെ രണ്ടുപേരെ നോക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ എൻ്റെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരേ ഒരു വീട് എൻ്റെതായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പറയുമല്ലോ, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട് അതൊന്ന് വേറെ തന്നെ ആയിട്ടാണ് നാട്ടും പുറത്തൊക്കെ ആൾക്കാർ അതിനെ കാണുക. പക്ഷെ അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, ഒരിക്കലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നു എപ്പോഴും ഇവരുടെ ഒരു തൻ്റെടം തന്നെയാണ്. അത് അമ്മയെക്കാളും ഉപരി അമ്മമ്മയുടെ ഒരു തൻ്റെടം എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്നതാണ്. കാരണം അവര് 21ാമത്തെ വയസ്സിൽ വിധവയായതാണ്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും ആരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാണ്ട് വളർന്ന, അല്ലെങ്കിൽ ഒന്നും പറയിപ്പിക്കാണ്ട് ജീവിച്ച ഒരാൾ എന്നുള്ളത് ഞാൻ ചെറുപ്പം തൊട്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക. അപ്പൊ എൻ്റെ ആദ്യത്തെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ സ്ത്രീ എന്ന് പറയുന്നത് അമ്മമ്മ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഏകദേശം അതുപോലെയുള്ളതാ. തീരുമാനങ്ങൾ എടുക്കുന്നതിനാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് അടിക്കാൻ മടിയില്ലാത്തവർ എൻ്റെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ. എൻ്റെ നാട്ടിലെ ഏറ്റവും ഒച്ചത്തിൽ സംസാരിക്കുന്നത് പെണ്ണുങ്ങളാ. ആണുങ്ങളുടെ ശബ്ദം ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ട് കേൾക്കൂല, പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കും. കാരണം നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേന് പെണ്ണുങ്ങളുടെ ശബ്ദം കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും അത്ഭുതം, അമ്പരപ്പൊക്കെ തോന്നും. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും എല്ലാ കാര്യത്തിനും ഏറ്റവും ആദ്യം ഓടിയെത്തുന്നതും ഒക്കെ പെണ്ണുങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെണ്ണുങ്ങളെയൊക്കെ ഞാനിങ്ങനെ ഒടയിലേക്ക് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പോൾ, കാരണം ഞാൻ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളാണെല്ലാം. പിന്നെ രണ്ടാമത്തേത് നിറത്തിൻ്റെ കാര്യമാണ്. ഞാൻ ഒരു 5ാം ക്ലാസ് തൊട്ട് കറുത്ത നിറായതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ നടന്ന കുട്ടിയാ. ഇതുവരെ അത് സക്സസ് ആവാത്തതിൻ്റെ പേരിൽ മാത്രം ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു 5ാം ക്ലാസ് തൊട്ട് ഒരു +2 വരെയൊക്കെ ഈ നിറത്തിൻ്റെ കാര്യം ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളുകളിലൊന്നും എൻ്റെ ഒരു കളറുള്ള കുട്ടിയില്ല, എല്ലാവരും വെളുത്ത കളറുള്ള കുട്ടി. പിന്നെ എൻ്റെ അമ്മമ്മ നല്ല വെളുത്തിട്ടുള്ള സ്ത്രീയാ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ചെറുപ്പം തൊട്ടേ പറയും അമ്മമ്മേൻ്റെ നിറം കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് അപ്പൊ നമ്മുടെ നിറം എന്തോ ഭയങ്കര മോശമാണ് എന്നുള്ളൊരു കാര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിൽ നിന്ന് മാറിയിട്ട് തളിപ്പറമ്പ് ടൗണിലേക്കുള്ള സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ ശരിക്കും ഈ നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അത് നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാ അന്ന് എഴുതിയ കഥകളിലെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു വെളുത്ത പെൺകുട്ടികളോടൊന്ന്. ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് ഈ വെളുപ്പ് എന്ന് പറയുന്നതും വെളുത്ത നിറവും ഒക്കെ ഇഷ്ടാവില്ല. അവരോട് കൂട്ടുകൂടാൻ തന്നെ ഞാനിങ്ങനെ ഒന്ന് കുറച്ചൊരു അകലൊക്കെ ഇട്ടിട്ടേ കൂട്ടുകൂടുള്ളൂ. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു +2 വരെയൊക്കെ ഈ സാധനം എന്നെ വല്ലാണ്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു 8ാം ക്ലാസ് തൊട്ടൊക്കെ ഈ ജേർണലിസം ഇങ്ങനത്തെ കാര്യത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുപോലെ ഡാൻസ് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേക്ക് ഈ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം വല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരടക്കം പറയും ഡാൻസ് നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഡാൻസൊക്കെ കളിക്കാൻ പോകുമ്പോൾ മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്ന വൃത്തികേടായിരിക്കും, അത് ചെയ്യണ്ടെന്നൊക്കെയുള്ള.
അങ്ങനെ നമ്മുടെ നിറം ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു കാര്യം ചെറുപ്പം തൊട്ടേ എല്ലാവരും കൂടെ തലയിൽ കയറ്റി വെച്ചതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇല്ല, ഇപ്പം ഓക്കെയാണ്. പക്ഷെ അന്ന് ഭയങ്കര ഒന്ന് വെളുത്ത നിറമുള്ളവരെ കണ്ടുകൂടായിരുന്നു. എൻ്റെ അമ്മമ്മേനെ ഒഴികെ എനിക്ക് വേറെ ആരെയും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ സ്കൂളിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടി പോവാം, എങ്ങനെയൊക്കെ മരിക്കാന്നുള്ള കാര്യങ്ങളിൽ റിസർച്ച് നടത്തിക്കൊണ്ടുണ്ടായിരുന്നു ഞാൻ അന്നൊക്കെ. അങ്ങനെ എനിക്ക് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എഴുതിയ എല്ലാ കഥകളിലും അതുകൊണ്ടാണ് ഈ കറുത്ത നിറമുള്ള പെൺകുട്ടികൾ. ഇപ്പൊ പറഞ്ഞ വാക്കിൽ ഒരു സംശയം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ സമൂഹത്തിൽ നല്ലത് പറയിപ്പിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ കഥകളെടുത്ത് നോക്കിയാലും ഒട്ടുമിക്ക ഇപ്പോൾ എനിക്ക് തോന്നുന്നു തെയ്തൈ തകയില വെച്ച് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ജീവിച്ചു വരുന്നു, അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കുന്ന സമൂഹം ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നോക്കിക്കാണുന്ന ഒരു വിഭാഗം സ്ത്രീകൾ, അവരെ നമുക്കപ്പോ എന്ത് പറയാം? ക്ലിയർ ആയില്ല. അതായത് ഇപ്പോ ഒരു നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോ സമൂഹം നോക്കിക്കാണുന്ന സമൂഹത്തിന്റെ ഒരു ചിത്രമുണ്ട്, സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ ആയിരിക്കും പൊതുവെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ അല്ലാത്ത ഇപ്പൊ മെയ്രയുടെ ഒക്കെ കൃതികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മാലാക അങ്ങനെയൊക്കെ കുറച്ച് കൃതികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കുറേ സ്ത്രീകൾ അവരെയൊന്നും നമുക്കൊന്നും അംഗീകരിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കെന്നല്ല സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ സ്ത്രീകളുണ്ട്. പക്ഷെ അവർക്ക് വ്യക്തിത്വം ഇല്ലാന്നോ, അവർക്കൊരു സ്വത്വബോധം ഇല്ലാന്നോ, അവരുടെ ഭാഗത്ത് ശരിയില്ലാന്നോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടെ ചേർക്കാണ്. അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ തെയ്തൈ തക എന്ന് പറയുന്ന കഥയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിലത്തെ കഥാപാത്രം അവർ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് അവരൊരു വിവാഹപ്രായം എത്തുന്നത് വരെ വളരെ തൻ്റേടിയായി തൻ്റേതായ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകി, ക്രൂരൻ എന്ന് പറഞ്ഞ ഒരു ഏകദേശം നമ്മൾ ഒരു സാധാരണ എഴുത്തുകാരുടെ അത്ര ക്രൂരതയില്ല, എന്നാലും അങ്ങനെയുള്ള ഒരിടത്തു നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള, ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നിട്ട് ജീവിക്കുന്ന, തൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി ജീവിക്കുന്ന അവരുടെ കൂടെയാണ് ഈ സ്ത്രീ വളരുന്നത്. പക്ഷെ വിവാഹശേഷം അത്രയും ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നിട്ട് പോലും അതിന്ന് രക്ഷപ്പെടാനോ അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നും ചെയ്യാതെ അതിൽ തന്നെ തുടർന്നു പോകുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ ആ തെയ്തൈ തകയിൽ കാണുന്നത്. അപ്പൊ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഈ 3 കൃതികളിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ, അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ആ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്കൊന്ന് അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഈ തെയ്തൈ വാഴ്കയിലെ സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയാ. പിന്നെ അവരുടെ വല്യമ്മച്ചീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ, അവരുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് അതായത് ഇപ്പോ എൻ്റെ അമ്മമ്മ ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെയല്ല. അതായത് അമ്മമ്മയുടെ ലൈഫിലെടുത്ത പല തീരുമാനങ്ങളും അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ അമ്മമ്മയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും ആദ്യം ചിലപ്പോൾ അമ്മയിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ കുറെ തീരുമാനങ്ങളായിരിക്കും എന്നെ സ്വാധീനിക്കുന്നത്. അപ്പൊ അതിലെ സ്ത്രീയും അങ്ങനെ തന്നെയായിരുന്നു. അവര് പറയുന്നുണ്ട് അവരുടെ വല്യമ്മച്ചി ഭയങ്കര ശക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരവരുടെ അമ്മേനെ പറ്റിയിട്ട് എവിടെ ഒന്നും പറയുന്നില്ല. അപ്പോ വല്യമ്മച്ചിനേക്കാളും അമ്മയാണല്ലോ ശരിക്ക് കുട്ടികളെ കുറച്ചും കൂടെ, അതായത് അമ്മ കഴിഞ്ഞിട്ടല്ലേ വേറെ ആർക്കും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടല്ലേ വേറെ ആർക്കും സ്വാതന്ത്ര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ആ കഥാപാത്രം ആ രീതിയിൽ വന്നതും. പിന്നെ അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഇല്ലാത്തത്, അത്തരത്തിലുള്ള കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പം തൊട്ട് ഞാനിങ്ങനെ കണ്ടതാ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റാത്ത കുറെ ആൾക്കാർ ഉണ്ട്. പക്ഷെ അത് ഈ പറയുന്ന ഒരു അടക്കം ഒതുക്കം എന്നൊക്കെ പറയുന്നത് അത് സമൂഹം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ശരിയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ എല്ലാം അവരവരുടെ ഇഷ്ടമാണെന്ന് തന്നെയാണ് നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു നാട്ടില് ഞങ്ങൾ ജീവിച്ച പരിസരത്തൊക്കെ ഞങ്ങൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നത് ഏറ്റവും നല്ല കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയും കാണിച്ചു തരുന്ന ആളെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഏറ്റവും ചെറുപ്പകാലം തൊട്ട് കേൾക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുസ്തകങ്ങൾ വായിച്ചില്ലായിരുന്നെങ്കിൽ, അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ അവിടെ വളർന്ന കുട്ടികൾക്കൊക്കെ
ഞങ്ങൾ ഇപ്പോഴും അവർക്ക് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയുന്നതൊക്കെ അവർക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതായത് എൻ്റെ അതേ പ്രായത്തിലുള്ളവരാണ്, എൻ്റെ കൂട്ടുകാരികളാണ്, പക്ഷെ അവർക്കത് അവരുടെ കണ്ണിൽ അത് വലിയ തെറ്റാ. കാരണം അത് ഞങ്ങളുടെ നാടാ. ആ നാട്ടിൽ നിന്ന് എന്നെ പുറത്ത് കടത്തിയത് ഈ പുസ്തകങ്ങൾ മാത്രമാണ്. അത് വായിക്കാത്ത നാട്ടിലെ പെൺകുട്ടികൾ കുറേ ഉണ്ട്. നമ്മളിപ്പോഴും ഈ പുതിയ പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന സമയത്തും എനിക്ക് തോന്നുന്നു അവർ വളരുന്ന ഒരു സിറ്റുവേഷൻ കൂടി അവരെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, അവരുടെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ആ ഒരു സമൂഹം അവരിൽ ഉണ്ടാക്കണതാ. പക്ഷെ അത് പൊട്ടിച്ച് പുറത്തെറിയാൻ പറ്റുന്നവരൊക്കെ അത് പൊട്ടിച്ച് പുറത്തെറിയട്ടെ തന്നെയാണ് ആഗ്രഹം. ഉമ്പാച്ചി എന്നുള്ള കഥ, ഉമ്പാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അല്ല, എൻ്റെ അമ്മമ്മ, എൻ്റെ വീട്ടിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു അമ്മമ്മയാ. അപ്പോൾ അവരുടെ ശരിക്കും പേര് അതല്ല, കല്യാണി എന്നാ പേര്. പക്ഷെ ഉമ്പാച്ചി എന്നാണ് ചെറുപ്പം തൊട്ടേ, ഉമ്പാച്ചി അമ്മമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പം എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവർക്ക് മക്കളില്ല, അവര് ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാണുന്ന കാലം തൊട്ട് തീരെ നടക്കാൻ പോലും വയ്യാണ്ട് അത്രയും പ്രായമായിട്ടുള്ളവരാ. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷവും അവരെത്രയോ കാലം വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. കറണ്ട് ഇല്ല, പിന്നെ ഭയങ്കര ഈ കോട്ടൊരുമേനെ കൊണ്ടൊക്കെയുള്ള ശല്യം ഭയങ്കര. അപ്പൊ എന്നിട്ടും അവരത്രയോ ആ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ അവരുടെ വീട്ടിന്റെ മുറ്റത്തൊരു കിണറുണ്ട്. ആ കിണർ ഇപ്പോഴും ഉണ്ട്, വീട് പോയെങ്കിലും കിണറുണ്ട്. അപ്പൊ അവരെ കിണറിൽ ഇങ്ങനെ എപ്പോഴും പോയിരിക്കുമായിരുന്നു. അപ്പോ ഈ ഉമ്പാച്ചി എന്നുള്ള പേര് എനിക്ക് ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ മനസ്സിൽ ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു പേരാ. പിന്നെ ഈ ഒരു കഥയുടെ പ്ലോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ് ആദ്യം ഈ ഒരു കഥയുടെ പ്ലോട്ട് കിട്ടുന്നത്. അപ്പൊ അത് ആ ഇങ്ങനെ ഒരു ത്രെഡ് അങ്ങനെ കിട്ടി. അപ്പൊ അതിലേക്ക് എന്തായാലും ഒരു സ്ത്രീനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നൊരു പേര് ഉമ്പാച്ചി എന്നുള്ള പേരായിരുന്നു. പിന്നെ എൻ്റെ നാട്ടില് സത്യം പറഞ്ഞ എല്ലാ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതില് ഈ പറയുന്ന കിണർ ഒഴിക്കാൻ സഹായിക്കാൻ പോകുന്ന പെണ്ണുങ്ങളുണ്ട്. പിന്നെ തെങ്ങിൽ കയറുന്ന പെണ്ണുങ്ങളെ മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ പണിക്കും പോകുന്ന പെണ്ണുങ്ങളുണ്ട്. അതായത് എല്ലാ പണിക്കും ആണുങ്ങൾ മാത്രം ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ പണിക്കും. എത്രയോ കല്ല് ഒരു ദിവസം, ഈ പറയുന്ന വെട്ടുകല്ലൊക്കെ എത്രയോ കല്ലുകൾ ഒരു ദിവസം എടുത്തിട്ട് വീടിന്റെ 2ാം നിലയിലേക്ക് 3ാം നിലയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളെ എനിക്കറിയാം. സകല പറമ്പിലൊക്കെ കുഴി എടുക്കാനൊക്കെ പോവല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ അറിയാം. അങ്ങനെ എല്ലാ പണികളും എടുക്കുന്ന പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടായി ഉമ്പാച്ചിക്ക് കിണർ കുഴിക്കാൻ, ഉമ്പാച്ചിനെ പറഞ്ഞയക്കാൻ എനിക്കൊരു പ്രശ്നവും മടിയും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഞങ്ങളെ നാട്ടില് പെണ്ണുങ്ങൾ മാത്രമേ ഞാൻ പറയുന്ന കേട്ടിട്ടില്ല, ആണുങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ ആ വാക്ക് കേട്ടിട്ടില്ല. അത് സത്യമായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ കാണുന്നത് അതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് അവരെല്ലാ പണിയും എടുക്കും. അപ്പോൾ ഉമ്പാച്ചിനെ ആ ഒരു പണിക്ക് അയക്കാൻ എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് തിരിച്ചു കൊല്ലാനും മടിയില്ലാത്ത ആൾക്കാരൊക്കെ തന്നെയാ എൻ്റെ നാട്ടിലുള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിന്ന് 2 പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഈ ഉമ്പാച്ചി എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറെ നടക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന കുറെ ഉമ്പാച്ചിമാരുണ്ട് എൻ്റെ നാട്ടില്. പിന്നെ പൊതുവെ അപ്പൊ ഈ സ്ത്രീപക്ഷ കഥകൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, അതിനോട് കൂട്ടിച്ചേർക്കാം. പൊതുവെ നമ്മൾ അങ്ങനെയുള്ള കഥകൾ കാണുന്ന സമയത്ത് അതിലുള്ള പുരുഷന്മാർ ഭയങ്കര ക്രൂരരായിരിക്കും. അത്രയൊരു ക്രൂരതയൊന്നും ജിൻഷയുടെ കഥകളിലെ മനുഷ്യരിൽ, ആണുങ്ങളിൽ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. എന്ത് ജീവിത സാഹചര്യത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള മനുഷ്യരൊക്കെ അങ്ങനെയുള്ളവരാണോ? അതുകൊണ്ടാണോ? ഞാൻ അത്രയും ക്രൂരന്മാരായിട്ടുള്ള ആണുങ്ങളെയൊന്നും കണ്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ഇല്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത്. എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയാ കള്ളു കുടിച്ച് വന്നിട്ട് ഭാര്യനെയും മക്കളെയും അടിക്കുക എന്നുള്ളതായിരുന്നു. അതിലപ്പുറം ക്രൂരന്മാരായിട്ടുള്ള ആണുങ്ങളെ ഒന്നും എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ കഥകളിലും പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്ന അത്ര ക്രൂരതയൊന്നുമില്ല. അതായത് സ്വബോധത്തില് എല്ലാവരെയും വഴക്ക് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യനെയും പെൺമക്കളെയൊക്കെ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് വളർത്തുന്ന, അങ്ങനെ നമ്മൾ അയ്യോ ഇവർക്കിത് കിട്ടണം, അല്ലെങ്കിൽ ഇവരൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെയുള്ള ആണുങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് കൊണ്ടാ. കാരണം ഓൾറെഡി എല്ലാവരും എഴുതുന്നുണ്ട്, അപ്പൊ എല്ലാ ആണുങ്ങളും ഭയങ്കര ദുഷ്ടന്മാരാണെന്നുള്ള അഭിപ്രായം ഒന്ന് മാറ്റിക്കൊടുത്തേക്കാൻ തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാഞ്ഞത്. പിന്നെ ഞാൻ
കാണാത്തോണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോ എന്നെ അങ്ങനെ ഒരാള് എൻ്റെ ലൈഫില് സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ദുഷ്ടനായ ആണുങ്ങൾ എന്ന് പറയുന്ന ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാണ്ട് മദ്യപിച്ച് നടക്കുന്നവർ മാത്രമായിരുന്നു. അപ്പോ അങ്ങനെ ഒരാളെ പിന്നെ കഥയിലേക്ക് കൊണ്ടുവരണ്ടെന്ന് തോന്നി. വിസിലിറ്റ്സ എന്ന് പറയുന്ന കഥ, അപ്പൊ അതിന്റെ ഞാൻ പോലെ അന്വേഷിച്ചിരുന്നു, അർത്ഥം എന്താണെന്ന് അന്വേഷിച്ചു, കഴിവരാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ അത് റഷ്യൻ പദമാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കഥയിൽ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം ഒന്നും സൂചിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് റഷ്യൻ പദമായിട്ടുള്ള കഴുമരം എന്ന് പറയുന്ന ഒരു തലക്കെട്ട് അതിന് കൊടുത്തിട്ടുള്ളത്? ഞാൻ ആദ്യം ഈ കഥകളൊക്കെ എൻ്റെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നൊരു കഥ ആണി എന്ന് പറഞ്ഞൊരു കഥയാണ്. അത് ആത്മ ഓൺലൈനിലായിരുന്നു പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കഥ അത്യാവശ്യം ചിലരൊക്കെ വായിച്ചു, എന്നാലും ഒരു പരിധിക്ക് അപ്പുറം നമ്മളെ വായിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഒട വന്ന സമയത്താണെങ്കിൽ കുറേ പേര് ഒടേൻ്റെ കുറിപ്പുകളും മറ്റുമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും മറ്റുമായിട്ട്. പക്ഷെ അപ്പോഴും ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ പിന്നെയും ഇങ്ങനെ നമ്മളെയൊക്കെ വായിക്കാൻ ഭയങ്കര മടി കാണിച്ച് നിൽക്കുക. ചിലപ്പോൾ അവർ വായിച്ചിട്ടുണ്ടാവും, അറിയില്ല, എന്നാലും അത് പറയാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ ഇങ്ങനെ മടി കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, തലക്കെട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സൂത്രപ്പണി കാണിച്ചു കഴിഞ്ഞാൽ ഈ തലക്കെട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിന്റെ പേരിലെങ്കിലും ചിലപ്പോൾ 1-2 ആൾക്കാർ അധികം. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ തലക്കെട്ടുകൾ അങ്ങനെ ഇടുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ അഗ്രസന്ധനി ആണെങ്കിലും അല്ലെങ്കിൽ അഗ്രസന്ധനി തൊട്ടാ ഞാൻ ആ ഒരു കാര്യം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ വിസിലിറ്റ്സിലേക്ക് വരുമ്പോൾ, വിസിലിറ്റ്സ് എന്നുള്ള കഥയിൽ ആദ്യം ലെനിൻ പറയുന്ന ഒരു കാര്യം, ലെനിൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തത് എന്ന് പറഞ്ഞു, സത്യം ലെനിൻ പറഞ്ഞിട്ടില്ലാത്തത് തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞിട്ടൊരു കോട്ട എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ലെനിൻ വന്നു. പിന്നെ ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ആണല്ലോ ആ കഥ, ജയിലിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് പേരെന്തിടും എന്ന് ആലോചിച്ചപ്പോ ആദ്യം വന്ന പേര് ഈ കഴുമരം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോ ശരിക്കും ആദ്യം കഴുമരം എന്ന് തന്നെ ഇടാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ വേറെ എന്തെങ്കിലും പേരിങ്ങനെ കിട്ടുമോന്ന് ഇങ്ങനെ ഞാൻ തന്നെ ഒന്ന് ഇരുന്നപ്പോ ആലോചിച്ചതാ. ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഉദിക്കാറുണ്ട്. അങ്ങനെ ഉദിച്ച ഒരു കാര്യമാണ് ഈ വിസിലിറ്റ്സ. അതായത് കഴുമരത്തിന്റെ റഷ്യൻ വാക്ക് എന്താന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പൊ അങ്ങനെ കിട്ടിയതാ വിസിലിറ്റ്സ. പിന്നെ ആ വാക്ക് ശരിക്കും ഒടയിൽ എവിടെയും ഞാൻ വാക്കുകളുടെ അർത്ഥം താഴെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് വിസിലിറ്റ്സന്റെ ആണെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാഞ്ഞത്. ഇതോട് ചേർത്ത് ചോദിക്കാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒട എന്ന് പറയുന്ന സമാഹാരത്തിന് മറ്റേതെങ്കിലും തലക്കെട്ട് കൊടുക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഉപ്പ് കൊടുക്കാതെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ONV കുറുപ്പിന്റെ ഒരു കവിതാ സമാഹാരം ഉപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒട DC കൊടുക്കുന്നതിന് മുൻപ് ഞാൻ വേറൊരു പ്രസാധകരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് DC തിരക്കും എന്നുള്ളൊരു വിശ്വാസമൊന്നും ഇല്ലാണ്ടിരുന്ന കാലത്ത്, DC എന്നുള്ളൊരു ചിന്തയില്ലാതിരുന്ന കാലത്ത് വേറൊരു പ്രസാധകരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ മനസ്സിലുള്ള തലക്കെട്ട് ഉപ്പ് എന്ന് തന്നെയായിരുന്നു. ഞാൻ ഉപ്പ് എന്ന് പേരിട്ടിട്ട് തന്നെയാണ് കൊടുത്തതും. അന്ന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവറൊക്കെ ഏകദേശം എനിക്കൊരു താല്പര്യമുള്ള രീതിയിൽ ഉപ്പിന് വേണ്ടിയിട്ട് ഒരു കവറൊക്കെ ഞാൻ വരപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പേയ്മെന്റ് ഒക്കെ കൊടുത്ത് വരപ്പിച്ചതാണ്. അത് ഗംഭീരമായിട്ടുള്ളൊരു കവറും ആയിരുന്നു. അതായത് ഈ ഉപ്പ് എന്നുള്ള കഥ സൂചിപ്പിക്കുന്ന അതേ പ്ലോട്ട് അത് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കവറായിരുന്നു. പക്ഷെ പിന്നെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോ DC എത്തിയപ്പോഴത്തേക്ക് അവര് തന്നെയാണ് ആദ്യം ഒട എന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഇങ്ങോട്ട് പറഞ്ഞത്. ഒട എന്ന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റൊരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഒട എന്ന് പറയുന്നത് തീച്ചാമണ്ടി തെയ്യം ചുറ്റും കെട്ടുന്ന ഓലയാ. അതായത് കുരുത്തോല കൊണ്ടുള്ള ഒരു വസ്ത്ര. ശരിക്കും അത് തെയ്യം കെട്ടുന്നത് തീനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയാ. അപ്പൊ അത്തരത്തിലുള്ള കുറെ പ്രതിരോധങ്ങളൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയും കൂടെ ആൾക്കാർ വിചാരിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് എന്നാ പിന്നെ ഒട എന്നുള്ള രീതിയിൽ കൊടുക്കാം. പക്ഷെ ഉപ്പ് എനിക്ക് ആഗ്രഹമുള്ള പേരായിരുന്നു. ഒട അല്ലെങ്കിൽ ഉപ്പ് എന്ന് ഞാൻ എന്തായാലും കൊടുത്തേനെ. അപ്പോൾ ഇപ്പൊ ഈ DC ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ആദ്യ സമാഹാരം തന്നെ DC പബ്ലിക്കേഷൻ ചെയ്യുന്നു, അത് ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരു എഴുത്ത് പാരമ്പര്യം ഒന്നും ഇല്ലാതെ എത്തിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ പുതുതലമുറകളെല്ലാം എഴുത്തിലേക്ക് വരുന്ന അങ്ങനെയുള്ള ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
ഒന്ന് ഫേസ്ബുക്ക് വലിയൊരു കാരണം അത് DC എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഫേസ്ബുക്കിലെ കഥകൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ കുറേ കുറിപ്പുകൾ എഴുതാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ കുറിപ്പുകൾ വായിച്ചിട്ട് കുറേ വായനക്കാര് കഥകളൊന്നും വായിക്കുന്നവരല്ല കേട്ടോ, അതായത് ആ കുറിപ്പുകൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചിലപ്പോൾ അത് അമ്മേനെ പറ്റിയിട്ടുള്ള കുറിപ്പുകളായിരിക്കും, അല്ലെങ്കിൽ വീടിനെ പറ്റിയിട്ടുള്ള കുറിപ്പുകളായിരിക്കും. അപ്പം ഇതൊക്കെ കണക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ശരിക്കും കഥകള് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ തന്നതെന്ന് പറയാം. ചിലപ്പോൾ അവർ നേരിട്ടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല, അവരുടെ കമന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ നാളെ ഒരു കഥ എഴുതി ഇവര് വായിക്കും എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഈ പറയുന്നത് പോലെ മറ്റൊരു പബ്ലിക്കേഷനിൽ നിന്ന് പുസ്തകം ഇറക്കാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അത് റിജക്റ്റ് ആയി, പിന്നെ പുസ്തകമൊന്നും വേണ്ട എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് DC ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരു സാഹിത്യ പാരമ്പര്യം ഇല്ലാണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി കോളേജിന്റെ പേരില്ല, പിന്നെ ആരുമായിട്ടൊരു സാഹിത്യരംഗത്ത് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇതൊക്കെയുള്ള കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ തന്നെയാണ് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറെടുത്തത്. ഒന്ന്, സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കഥകൾക്ക് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ ഈ പ്രസിദ്ധീകരിച്ച് വന്ന കാലം തൊട്ട് ഞാൻ ഫേസ്ബുക്കിൽ അത്യാവശ്യം എല്ലാ കുറിപ്പുകളും എഴുതി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് DC എടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം ഫേസ്ബുക്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഥകള് അല്ലെങ്കിൽ കഥകൾ വന്ന വഴിയെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഫേസ്ബുക്ക് വഴി പറഞ്ഞുകൊണ്ടാണെന്നായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കഥകളൊക്കെ തുടർച്ചയായിട്ട് വരുമ്പോൾ, അതായത് ഈ ആനുകാലികങ്ങളിലൊക്കെ 4-5 കഥകൾ അടുപ്പിച്ച് വന്നതിന് ശേഷമാണ് DC കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ ഒരു കാരണം എന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പുതിയ തലമുറയിലെ ആൾക്കാർ, അതായത് DC ആയാലും മാതൃഭൂമി ആയാലും അങ്ങനെ എല്ലാ തരം ആൾക്കാരും പുതിയ കുറേ പുസ്തകങ്ങൾ കഥകളൊക്കെ ആണെങ്കിലും ഇറക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പോഴൊക്കെ പ്രസാധകർ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അപ്പോഴും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ എത്രത്തോളം പ്രസാധകർ നമ്മളിലേക്ക് വരും എന്നുള്ളത് സംശയം. സോഷ്യൽ മീഡിയ കാലമാണല്ലോ, അപ്പൊ അതിനെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിലിപ്പോ കാസർഗോഡ് കഥാകാരന്മാര് ധാരാളമായിട്ട് എഴുത്തിരിക്കും, അല്ലെങ്കിൽ കഥയുടെ മെയിൻ സ്ട്രീമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ അംബിക സുകുമാഷ് തൊട്ട് സന്തോഷ് രചികാമൻ തൊട്ട് ഇപ്പം ഷാജി, ഇപ്പം അഖില്, ഇവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോലെ തന്നെ അഖിലിന്റെ എഴുത്തിലും ഇതുപോലെ തന്നെ ചടയിലും ഇതേ ഒരു പശ്ചാത്തലത്തിലെ കഥയുണ്ട്. അപ്പോ ആ ഒരു സാംസ്കാരിക സാഹചര്യം സിറ്റുവേഷൻ ജിൻഷനെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജിൻഷൻ എന്തുകൊണ്ടാണ് ആ ഒരു കൾച്ചറലായിട്ടുള്ള ആ ഒരു മേഖലയിൽ തന്നെ ഈ വിഷയം സ്വീകരിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് പറയാൻ പറ്റും? ഒന്ന്, ശ്രീശോഭേട്ടൻ പറഞ്ഞതുപോലെ പിന്നെ ആ ഭാഗത്തുനിന്ന് കുറെ എഴുത്തുകാര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ചെറുപ്പത്തില് ആകെ അറിയുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ T. പത്മനാഭൻ മാത്രമായിരുന്നു. അപ്പോ സത്യം പറഞ്ഞ ഈ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആള് ജനിച്ചതൊക്കെ എൻ്റെ അയൽനാട്ടിലാണ്, എൻ്റെ നാട്ടിന് തൊട്ടപ്പുറത്തെ നാട്ടിലാണ്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് അതൊക്കെ അറിഞ്ഞത്. അപ്പോൾ പത്മനാഭന്റെ കഥകൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന കണ്ണൂരിലെ ഒരു കൾച്ചറൊക്കെ ഭയങ്കര കുറവായിരുന്നല്ലോ. അങ്ങനെ ഒരു കൾച്ചറൊന്നും കാണാൻ പറ്റുന്നുണ്ട്, അതെ, കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പൊ അംബികാസുധ മാഷിനെ എനിക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അംബികാസുധ മാഷിന്റെ ഒരു കഥ, അത് ഈ പറയുന്നത് പോലെ തെയ്യം കടന്നു വന്നിട്ടുള്ള ഒരു കഥയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു തെയ്യം കടന്നു വന്നിട്ടുള്ള ഒരു കഥ വായിക്കുന്നത് അംബികാസുധ മാഷിന്റെയാ. അപ്പോ വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തെയ്യത്തിനെ കുറിച്ചൊക്കെ എഴുതാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തോന്നി. പിന്നെ ആണ് കുറച്ച് കഴിഞ്ഞപ്പോഴാ ഈ പറയുന്ന പോലെ ഇപ്പൊ ഷാജിയേട്ടനാണെങ്കിലും അങ്ങനെ ഇവരെയൊക്കെ വായിച്ചു തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു, പൊതുവെ കണ്ണൂര് എന്ന് പറയുമ്പോൾ അതിശയോക്തി പറയുന്നതല്ല, ഇപ്പോഴും ചിലർക്കൊക്കെ പേടിയുണ്ട്, ചിലർക്കൊക്കെ ഭയങ്കര പേടിയുണ്ട് കണ്ണൂര് എന്ന് പറയുമ്പോൾ. ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ കോഴിക്കോട് കുറച്ച് നാളായിട്ട് താമസിക്കുന്നത്. അപ്പൊ കോഴിക്കോട് ഞങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളുടെ കണ്ണൂർ എന്തെങ്കിലും വരണം എന്നൊരാഗ്രഹം, അതെങ്ങനെ ആ നാട് എങ്ങനെ ഉണ്ടാവും, അത് കാണാൻ ഒരാഗ്രഹം ഉണ്ട് എന്ന്. അപ്പൊ അതെന്താ ഇത്രയ്ക്ക് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ, അല്ല എപ്പോഴും വെട്ടും കുത്തും കൊലയും തന്നെയാ, അപ്പോ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചെത്താൻ പറ്റുമോ എന്നൊക്കെ.
പറയണം എന്ന് വെച്ചിട്ട് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെയല്ല, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒക്കെ ഉള്ള ഒരു സംശയം തന്നെയാണ് അത്. ഇപ്പോ ഇതൊന്നും അല്ല കണ്ണൂർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ ഏറ്റവും രസമായിട്ട് ഇങ്ങനെ കുറേ ചടങ്ങുകൾ കുറേ ഉണ്ട്. ഇപ്പൊ തെയ്യം പോലെ വേറെ കണ്ണൂര് മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു ചടങ്ങാണ് പൂരം. ഞങ്ങള് കാമനയൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട് മീനമാസത്തില്. അത് വേറെ ഏടും ഞാൻ കണ്ടിട്ടില്ല. അതിനെ പറ്റിയിട്ട് അധികാരം എഴുതിയിട്ടും കണ്ടിട്ടില്ല കേട്ടോ. കഥയും കാര്യങ്ങളൊന്നും ഈ കാമനെ പറ്റിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പൂരക്കളി പൂരക്കളി ഈ ഒരു ഭാഗമായിട്ടാണ് ഉള്ളത്. അപ്പൊ കാമന വെക്കാന്ന് പറയുന്ന ചടങ്ങ് നല്ല രസമുള്ള ഒരു ചടങ്ങ്. പക്ഷെ അതിലൊരു വിരോധാഭാസം എന്നുള്ളത്, നമ്മൾ 9 ദിവസം കാമന വെച്ചിട്ട് 9ാമത്തെ ദിവസം കാമന കൊണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അപ്പൊ ആ ഒരു കൊണ്ടാക്കുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ അതായത് തെക്കത്തെ നാട്ടില് പോകരുതേ തെക്കര് ചതിക്കും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടും. അപ്പൊ നമ്മൾ ഏറ്റവും ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നത് ഈ തെക്കര് ചതിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏകദേശം, എനിക്കൊക്കെ മലപ്പുറത്തിന് ഇങ്ങോട്ട് മൊത്തം തെക്കാം. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഭയങ്കര പേടിയായിരുന്നു. നമ്മളെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കാര്യമാണല്ലോ. അപ്പോ അതല്ല, ഇങ്ങോട്ടൊന്നും തെക്കരെല്ലാരും ചതിക്കുന്നവരല്ല എന്നുള്ളത് ഞാനൊക്കെ തിരിച്ചറിഞ്ഞ പോലെ തന്നെയാ കണ്ണൂര് അങ്ങനെയല്ല എന്നുള്ളതൊക്കെ പലരും ഈ കഥകളിലൂടെ ഒക്കെ ആയിരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പം അതാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ അഖിലിനാണെങ്കിലും ഷാജി ഏട്ടനൊക്കെ പറഞ്ഞതുപോലെ ആണെങ്കിലും നമ്മള് കണ്ണൂരിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴാ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള അത്രയും കൾച്ചർ പുറം നാട്ടിൽ മൊത്തമായിട്ട് ഒരു കൾച്ചറാന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിനാണെങ്കിലും തിരുവനന്തപുരത്തിനാണെങ്കിലും ഒക്കെ അവരെ മൊത്തമായിട്ട് ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് ചേർത്ത് കെട്ടാൻ പറ്റും. പക്ഷെ കണ്ണൂരിൽ ഓരോ നാടിനും ഓരോ കൾച്ചറുള്ള പോലെ തോന്നും. ഇപ്പൊ തളിപ്പറമ്പിലുള്ള ഒരു കൾച്ചറേ അല്ല പയ്യന്നൂര് ഭാഗത്തോട്ട്. പയ്യന്നൂരും തളിപ്പറമ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കൾച്ചറാണ് തലശ്ശേരി ഭാഗത്തോട്ടുള്ളത്. അങ്ങനെ കണ്ണൂരിൽ ഓരോ ഏരിയയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഏറ്റവും സുഖമായിട്ട് ഇരുന്നിട്ട് എഴുതാൻ പറ്റുന്നത് ആ ഒരു കൾച്ചറിൽ തന്നെ ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. പറഞ്ഞാലും തീരാത്ത തെയ്യക്കഥകൾ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നമുക്ക് അതിന് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ എഴുതാം. അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഈ പറയുന്ന ഒരു കൾച്ചറിൽ തൊട്ട് പിടിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു സംശയം ഉണ്ടായത്, ഈ തീച്ചാമുണ്ടി കെട്ടുന്ന പോലെ നമ്മൾ കണ്ട് പരിചയമുണ്ട്. പക്ഷെ ആ വേഷം അയച്ചതിന് ശേഷം അനുഭവിക്കപ്പെടുന്ന പറഞ്ഞ അയിത്തം അതെനിക്ക് തോന്നിയില്ല. നമ്മൾ അവിടെ വളർന്ന ഒരാളല്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാൻ തോന്നിയിട്ടില്ല. ദൈവം വേഷം വഹിച്ച ദേവസ്ഥാനത്ത് ആൾ പുറത്തായി എന്നുള്ളതൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എനിക്ക് ഇഷ്ടം ഈ കമ്മ്യൂണിസം കാവുകളും തമ്മിൽ ലയിക്കുന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ് അവിടെ. എല്ലായിടത്തും DFIയും പാർട്ടിയൊക്കെ ആയിരിക്കും, പക്ഷെ അത് കാവുകളിലാണ്. നമുക്കൊരു എതിർക്കാൻ പോലും തോന്നില്ല അങ്ങനെ സംഭവിക്കുന്നത്. കണ്ണൂർ അങ്ങനെ പ്രത്യേകതയുണ്ട്. ആ തെയ്യങ്ങളെ കുറിച്ച് അത്രയും കഥകളും മലയാളത്തിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഒരുപാട് കഥകൾ, എത്രയോ തരം തെയ്യങ്ങളാണ്, ആയിരക്കണക്കിന് തെയ്യങ്ങളും കഥകളും കെട്ടുന്നവരെ കഥകൾ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഓരോ കൊല്ലവും വീണ്ടും കണ്ണൂരിൽ ജനങ്ങളും ഇത്രയും ഹോസ്പിറ്റാലിറ്റി. ഈ പറഞ്ഞ പോലെ ഭയമൊക്കെ എനിക്കുണ്ടായിരുന്നു ഈ വെട്ടുംകുത്തൊക്കെ. പക്ഷേ വീട്ടുകാരും വരാൻ ഒരു മടിയും കാണിക്കാറില്ല, രണ്ടാഴ്ചയോളം നിൽക്കാറുണ്ട്. അതിങ്ങനെ ഒരു കാവ് കിടന്നാൽ 2 കിലോമീറ്റർ നടന്നാൽ അടുത്ത കാവ് എത്തി. അവിടെ വേറെ തെയ്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ അവർ നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാളാകുമ്പോൾ കാപ്പി തല്ല് ഭക്ഷണം ഒരു വല്ലാത്തൊരു ഹോസ്പിറ്റാലിറ്റി, വല്ലാത്തൊരു ആംബിയൻസ് ആണ് ആ തെയ്യത്തിൻ്റെത്. അതായത് വായിച്ച മനസ്സിലാവും. പക്ഷെ ഈ അയിത്തത്തിന്റെ കഥ അത് കഥയ്ക്ക് വേണ്ടി കൊടുന്നതാണോ എന്നൊക്കെ സംശയമുണ്ട്. അയ്യോ അല്ല, അത് ചിലപ്പോ നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. ഇപ്പോ തെയ്യം കഴിഞ്ഞാൽ ഇവർക്ക് തെയ്യം കെട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, കാവുകാരും വീട്ടുകാരും ഒക്കെ പിരിച്ചിട്ട് കൊടുക്കുന്ന പൈസ, അതിനെ കോള് കൊടുക്കുക എന്നാ പറയാ. നമ്മുടെ നാട്ടില് കോള് കൊടുക്കുക എന്ന് പറയും. അപ്പൊ ഇവര് കോളെങ്ങാനും കുറച്ചധികം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെയ്യം അഴിക്കുന്നവരെ അവിടെ നിൽക്കാൻ നല്ല രസമായിരിക്കും എല്ലാവർക്കും, തെയ്യം കാണാനും പറ്റും. ഞാൻ എപ്പോഴും തെയ്യം കഴിഞ്ഞ് കാവുന്ന അവസാനത്തെ ആളും പിരിഞ്ഞു പോയാൽ പോകുന്ന കൂട്ടത്തിൽ പെട്ടതാ. ഞങ്ങള് പിള്ളേരൊക്കെ അങ്ങനെയായിരുന്നു ചെറുപ്പം തൊട്ട്. നമ്മളന്ന് മെയിനായിട്ട് നടക്കുക ഈ പറയുന്ന പോലെ പൊട്ടാസൊക്കെ പൊട്ടിയതിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എടുത്ത് ഒന്നും കൂടെ പൊട്ടിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാവിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു തവണ ആദ്യമായിട്ട് ഈ കോള് കൊടുക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. പിന്നെ അതിങ്ങനെ ഓരോ വർഷം അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, ആ വേഷം കെട്ടുമ്പോൾ തൊട്ട് മുന്നിലെ തൊഴുത് നിന്ന ആളാണ് ഈ അണിയറപ്പുരയുടെ ഉള്ളിൽ നിന്ന് ജാതിപ്പേര് മാത്രമേ വിളിക്കുള്ളൂ അവര്. നമ്മുടെ നാട്ടില് അന്ന് അങ്ങനെയായിരുന്നു.
അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് അവരെ അധിക്ഷേപിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴും തെയ്യം കലാകാരന്മാരെ, പ്രത്യേകിച്ച് വണ്ണാൻ മലയാൻ സമുദായക്കാര് വന്നു കഴിഞ്ഞാൽ വീട്ടില് കയറ്റാത്ത ആൾക്കാര്. ഇത് നടത്തുന്നവരും വേഷം കെട്ടുന്നവരും ഒരേ സമുദായക്കാരല്ലേ? അല്ല അല്ല. കാവുകൾ എന്ന് പറയുന്നത് തീയന്മാര് തൊട്ട് ഇങ്ങോട്ടുള്ളവർക്കാണ് കണ്ണൂര് കൂടുതലും കാവുകൾ ഉള്ളത്. അപ്പൊ ഈ പക്ഷെ അവരെക്കാളും താഴ്ന്നവരായിട്ടാണ് അവര് ഇവരെ കണക്കാക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഉണ്ട്, ഭയങ്കര ജാതി വ്യത്യാസം. പൈസ തരുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ടെന്നാണ് തീറ്റാമുട്ടി എത്തിയ ആളെന്നോട് പറഞ്ഞത്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമ്മളെ നാട്ടിൽ അത്രയൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ അതായത് അവര് പണ്ട് കാലത്ത്, ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എൻ്റെ അമ്മേൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തീണ്ടാരി തുണി കഴുകുക എന്നുള്ളത് മലയ സമുദായത്തിലെയും വണ്ണാൻ സമുദായത്തിലെയും സ്ത്രീകളുടെ ജോലിയാണ്. അതായത് ഈ ഒരു നമ്പ്യമാര് വരെയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത്, പിന്നെ ഇവര് വരാൻ വേണ്ടി കാത്തിരിക്കും. പുറത്തായി കഴിഞ്ഞാൽ ഈ തുണികൾ കഴുകൂല, അവര് വന്നിട്ട് എടുത്തിട്ട് കഴുകും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക ചെയ്യുക. അപ്പൊ അത് ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, പിന്നെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വയറ്റാട്ടിയായ അമ്മമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ ഇടയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് വരും. ഞങ്ങളെ വീട്ടുകാരുമായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. അപ്പൊ അമ്മമ്മ ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാണ്, ചെറിയ അമ്മമ്മ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയാ. അപ്പൊ ആ വീട്ടിലെ ഏകദേശം ആ അമ്മമ്മയുടെ ഒക്കെ ഒരു മകളാവാനുള്ള പ്രായത്തിലുള്ള, എൻ്റെ അമ്മയുടെ ഒക്കെ ഒരു പ്രായമുള്ള ഒരു ചേച്ചി ആ വീട്ടിലെ അടുക്കളയെന്ന് പറയുന്നുണ്ട്, അതിന് ഇവിടെ തീണ്ടാരി തുണിയൊന്നും കഴുകാനില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നേന്ന്. അപ്പോഴേ ശരിക്കും ആദ്യം ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുന്നത്, ഈ തീണ്ടാരി തുണി കഴുകുക. അപ്പൊ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഈ അമ്മമ്മ വരുന്ന സമയത്ത് ഈ വീട്ടില്, അതായത് ഈ വീട്ടിന്റെ മുറ്റത്തൊരു മതിൽക്കെട്ടുണ്ട്, ആ മതിൽക്കെട്ടൊന്നും കടക്കാതെ, ശരിക്കും അത് കടന്നാലാണ് എളുപ്പം എൻ്റെ വീടെത്തുക, പക്ഷെ അത് കടക്കാതെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് അവര് പോകുന്നത്. അപ്പൊ അവരെന്തിനാ അങ്ങനെ പോയേന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും പേടിയാ, അവിടുന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പേടിയാ. പിന്നെ അതാ ഞാൻ ആദ്യമായിട്ട് ശരിക്കും നേരിൽ കാണുന്ന ഒരു അനുഭവം അതായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഏപ്രിലാണ് ഞങ്ങളുടെ കോട്ടത്തെ തെയ്യം കഴിഞ്ഞത്, ഈ വർഷത്തെ തെയ്യം കഴിഞ്ഞത്. ഈ വർഷവും ഈ പറയുന്ന തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർ നേരിട്ട് ഇത് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഇവര് പറയാം അങ്ങനെ തന്നെയാ, കുറച്ച് പൈസ അധികം ചോദിച്ചു, ഓൻ എൻ്റെ അടുത്ത് ഇത്രയും പൈസ ചോദിക്കാൻ ധൈര്യമായോ. ഈ ധൈര്യം എന്ന് പറയുന്നത് ഇവരുടെ പ്രിവിലേജ് ഇവരെ പറയിപ്പിക്കുന്നതാ. ശരിക്കും ഇവരുടെ ഉയർന്ന ജാതി എന്നുള്ള പ്രിവിലേജ് കൊണ്ട് ഇവർ ഈ ധൈര്യമായോ എന്ന് പറയുന്നത്. അതിപ്പോഴും പറയും. എന്തിന് കഴിഞ്ഞ വർഷം ഒരു തെയ്യം നീ എന്ന് വിളിച്ചതിന്, അതായത് മുന്നിൽ വന്നിട്ട് നീ എന്ന് വിളിച്ചതിന്, കഴിഞ്ഞ വർഷത്തിന് മുന്നിലത്തെ വർഷം നീ എന്ന് വിളിച്ചതിന് കഴിഞ്ഞ വർഷം ആ തെയ്യത്തിനോട് കുറിവാങ്ങാണ്ട് മാറി നിന്ന ഒരു ചേച്ചി ഇപ്പോഴും എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന അയിത്തെന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അത് ഗ്രാമപ്രദേശങ്ങളിൽ വല്ലാതെ കൂടുതലാണ്. ചിലപ്പോൾ പുറത്തോട്ട് അത് ഉണ്ടാവില്ല, അവർക്ക് തെയ്യം കലാകാരന്മാരാണെങ്കിലും ചിലപ്പോൾ അത് തുറന്ന് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അവരത് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അവരതുമായിട്ട് യൂസ്ഡ് ആയി തോന്നുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഒടയിൽ പറഞ്ഞിട്ടുള്ള രാമൻ പണിക്കർ എന്ന് പറയുന്നത് ശരിക്കുള്ള പേരതല്ല, പക്ഷെ ഉള്ളൊരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ ആളിപ്പോഴും നിങ്ങളാണ് മുന്നിൽ വന്ന് നിന്നേന്ന് വെച്ചാൽ പോലും നേരെ നിന്ന് തൊഴൂല, ഒന്ന് കുനിഞ്ഞ് നിന്നിട്ടേ തൊഴുള്ളൂ. അത് അവര് ഇപ്പോഴും അങ്ങനെ, ഒരിക്കലും അദ്ദേഹത്തിന്റെ നടുനിവരും ഇനിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ കുനിഞ്ഞ് നിന്നിട്ടേ തൊഴുള്ളൂ. പിന്നെ അവരിപ്പോഴും അദ്ദേഹം മരിച്ചു, ഒരു 3 വർഷം മുൻപ് മരിച്ചു. ഞങ്ങളുടെ നാട്ടിലെ പെരുവണ്ണാനായിരുന്നു. മരിക്കണ വരെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിന്റെ അകത്തോട്ട് അവർ കയറൂല. പിന്നെ എന്തിനീ പറയുന്ന കാവുണ്ടല്ലോ, കാവിന് തന്നെ ഒരു കല്ലുകൊണ്ട് ഒരു അതിർത്തി കെട്ടിയിട്ടുണ്ട്. ആ കല്ലിന് ഇപ്പുറത്തോട്ട് ഇവര് തെയ്യമായിരിക്കുമ്പോഴും തെയ്യം അല്ലായിരിക്കുമ്പോഴും കയറൂല. കല്ലിന് ഇപ്പുറത്തോട്ട് അവർക്ക് കയറാൻ പറ്റൂല. അവര് തെയ്യം അല്ലാത്ത സമയത്ത്, ഇപ്പൊ ചിലപ്പോൾ പുത്തരിക്കാലത്തൊക്കെ കാവ് തുറക്കും. അപ്പൊ ഇവര് പുത്തരിക്കാലത്തൊക്കെ തൊഴാൻ വന്നാലും ചിലപ്പോൾ അരി കൊണ്ടായിരിക്കും വരിക, കാവിൽ നിന്ന് ചോറ് വെച്ചു കൊടുക്കും. അപ്പൊ ആ ചോറ് വെച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും നടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ ഇവർക്ക് അത്രയും ദൂരെ മാറിയിട്ട് ആ കല്ലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടാണ് ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത്.
പറയുന്ന അയിത്തമുണ്ട്. നല്ല രീതിയിലുണ്ട്. ചിലപ്പോൾ അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പുറം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടാവില്ല. അതുണ്ട്. അല്ലാണ്ട് കഥയ്ക്ക് വേണ്ടി എഴുതിയതേ അല്ല. ഇത് എഴുതിയതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നവും വന്നിട്ടുണ്ട്. 2 ചോദ്യമുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഇപ്പൊ കഥകളുടെ പേരിടുന്നതിൽ വരെ സൂത്രപ്പണി കണ്ടെത്തിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെയൊക്കെ റീച്ച് ആവും എന്ന് ജിൻഷ കരുതിയിരുന്നോ? അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും സൂത്രപ്പണികൾ ഇത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരാമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ കണ്ണൂര് പശ്ചാത്തലമായിട്ട് വന്ന ഇത്തരം തെയ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകളില് അതിനെ കുറിച്ച് ഒടയിൽ പറയുന്ന പോലെ ഇപ്പൊ അതിനകത്ത് തീണ്ടലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ മുരളി മാഷിന്റെ ആത്മകഥ വായിച്ചിരുന്നു, ചെങ്കനൽ പൂക്ക്. അപ്പൊ അതിലത്തെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത് ഇതുപോലെ മേലേരിയിലെ 11 വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ തീച്ചാമുണ്ടിയായി പൊള്ളലേറ്റ് പിന്നെ അവസാനം കുഞ്ഞ് മരണം അടയുന്നതും ഒക്കെയാണ്. അപ്പം അത് ഇങ്ങനെ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കണത് തന്നെ അവരുടെ ഒരു അന്ധവിശ്വാസത്തിന് പുറത്താണ്. അപ്പം നാട്ടിലൊരു അസുഖം വന്നു, അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ തീണ്ടല് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ജിൻഷ പറഞ്ഞ പോലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അതും അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതാണ് എന്റെ ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം വേണം. ഒന്ന്, തലക്കെട്ട് കണ്ടുപിടിക്കാൻ മാത്രമേ ഞാൻ സൂത്രപ്പണി എടുത്തിട്ടുള്ളൂ. പുസ്തകം വായിക്കപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കോപ്പി 1000 കോപ്പി ആദ്യത്തെ എഡിഷൻ അടിക്കുന്നുണ്ട് എന്ന് DC ഇങ്ങനെ പറഞ്ഞപ്പോൾ, DC എഡിറ്റർ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് നമ്മൾ ആദ്യത്തെ എഡിഷൻ 1000 കോപ്പി അടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ച ആളാ. ഈ 1000 കോപ്പിയൊക്കെ എങ്ങനെ തീരുന്ന് അത്രയധികം പേടിച്ച ആളാ ഞാൻ. അപ്പൊ അത് ഇത്രയും 7 പതിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് അത് വായിച്ച ആൾക്കാർ പറയുന്ന കുറിപ്പുകൾ എൻ്റെ FBയിൽ ഇങ്ങനെ ഷെയർ ചെയ്യാന്നല്ലാണ്ട് വേറെ സത്യം പറയാട്ടോ ഒരു സൂത്രപ്പണിയും ഞാൻ അതിൻ്റെ മുകളിൽ എടുത്തിട്ടില്ല. അത് ആൾക്കാർ വായിച്ച് ഇഷ്ടമായിട്ടുള്ളവർ പരസ്പരം പറഞ്ഞ് അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നുണ്ട്. കാരണം ഒന്ന്, ഈ പുസ്തകത്തിന് ഒരു നിരൂപണം പോലും ആരും എഴുതിയിട്ടില്ല. പ്രശസ്ത നിരൂപകരുടെ കയ്യിലൊന്നും ഈ പുസ്തകം എത്തിയിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു കുറിപ്പ് ഇതിന് വന്നിട്ടില്ല. 2, എന്താ നമ്മൾ ഈ പറയില്ലേ ഭയങ്കര വായനക്കാരെന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരും ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിനെ പറ്റിയിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വായിക്കാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് തന്നെ ഈ പുസ്തകം ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളതും. പിന്നെ 2, ഈ തെയ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചും കൂടെ അത് എത്താൻ കാരണമായിട്ടുണ്ടാവും. പിന്നെ പുസ്തകത്തിന്റെ കവറ് ഇത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീരേച്ചിയുടെ അവതാരിക അതും കുറച്ച് പേരിങ്ങനെ, ഞാൻ ഈ പുസ്തകം വിൽക്കുന്ന ആൾക്കാർ, അതായത് ഈ ബുക്ക് ഫെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയൊക്കെയുള്ള പിള്ളേർ ഇങ്ങനെ പറയുമായിരുന്നു, പോയി കഴിഞ്ഞാൽ ചേച്ചി KR മീരന്റെ അവതാരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ പുസ്തകം എടുക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ല വിശ്വസിക്കുന്നു, അത് തന്നെ സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ അന്ധവിശ്വാസങ്ങള് ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാരാ ശരിക്കും തെയ്യം നടത്തുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് നാളെ ശ്രീകൃഷ്ണ ജയന്തിയാ, നാട്ടില് ശോഭായാത്ര ഉണ്ടാവും, ഇങ്ങനെ പോസ്റ്ററൊക്കെ കണ്ടു. അതില് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാർ മാത്രമാണ് അതിൽ കൂടുതൽ ഉണ്ടാവുക. പക്ഷേ തൊട്ട് അടുത്ത ദിവസം തെയ്യത്തിന്റെ കലവറ നിറക്കൽ ഘോഷയാത്ര ഉണ്ടെങ്കിൽ നാട് മുഴുവനായിട്ടുണ്ടാവും. അപ്പൊ അതാണ് ശരിക്കും ഞങ്ങളുടെ നാട്, അല്ലെങ്കിൽ ഈ തെയ്യം എന്ന് പറയുന്നത് കണ്ണൂരില് തെയ്യത്തിനുള്ള പ്രാധാന്യം അതെപ്പോഴും നടത്തുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാ. അപ്പോ അവർക്കാണെങ്കിലും ഈ പറയുന്ന ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത് അത് നിർത്തലാക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നാട്ടുംപുറങ്ങളില്. ചിലപ്പോൾ നമുക്ക് നാട്ടുംപുറങ്ങളിലുള്ള ആൾക്കാരൊക്കെ വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അത്രയ്ക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും എൻ്റെ നാട്ടിലില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നാട്ടില് ഒരു പരിധിക്ക് അപ്പുറം വരെ നിൽക്കൂല, ജോലിയൊക്കെ തൊഴിൽ പുറത്തോട്ടൊക്കെ പോകും. അപ്പോ ഇങ്ങനെയുള്ള ഒരാൾക്കാരെ അവരെങ്ങനെ ബോധവൽക്കരിക്കാനാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ തലയിൽ ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധിക്ക് അപ്പുറം നിർത്താനൊന്നും പറ്റാറില്ല. പിന്നെ അങ്ങനെ
തെയ്യത്തിലാണ് ഞാൻ ഈ തീച്ചാമണ്ടിയിലൊക്കെ തന്നെ ഇത്തരം മനുഷ്യ വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ടുള്ള അന്ധവിശ്വാസങ്ങളൊന്നും എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടില് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യത്വരഹിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തീച്ചാമണ്ടി തെയ്യം തന്നെയായിരുന്നു. മറ്റ് തെയ്യങ്ങളൊന്നും മനുഷ്യത്വരഹിതമാണെന്ന് ഞാൻ പറയില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള തെയ്യങ്ങളൊന്നും വേറെ ഇല്ല. മാത്രമല്ല ഏറ്റവും ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണല്ലോ നമ്മള് ഒരു മനുഷ്യനിങ്ങനെ വന്ന് നിൽക്കുന്നു, അതും അവരെ ഏതൊക്കെയോ കാലങ്ങളിൽ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ടുള്ള മനുഷ്യർ അവരുടെ മുന്നിൽ എല്ലാവരും തൊഴുത് നിൽക്കുക. ഇതൊക്കെ ശരിക്കും അതൊരു കമ്മ്യൂണിസത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും തെയ്യവും കമ്മ്യൂണിസവും തമ്മിൽ ഇത്രയ്ക്ക് ബന്ധം തോന്നിയിട്ടുണ്ട്. എല്ലാം വിപ്ലവകാരികളാണല്ലോ തെയ്യക്കോലങ്ങളായിട്ട് പുനർജനിച്ചവരൊക്കെയും. അല്ലാണ്ട് മറ്റ് അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അത് എഴുതിയേനെ. ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ വന്നതാ. തലൈമോതിരം എന്ന് പറഞ്ഞിട്ട് പുതിയൊരെണ്ണം ഇപ്പോൾ ഞാൻ ഈ അടുത്ത് വായിച്ചു. ദേശാഭിമാനിയിൽ വന്ന് അല്ല മാതൃഭൂമിയിൽ ദേശാഭിമാനി അതെ അല്ലേ, ദേശാഭിമാനിയിൽ വന്നിട്ട്. അപ്പോൾ അത് വായിച്ചിരുന്നു, തലൈമോതിരം വായിച്ചിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഓരോ കഥകളും വായിച്ച് പെൺമാലയൊക്കെ വായിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കാടിൻ്റെ ഒരു വന്യത, അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വന്യതയായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഒരു അതിൻ്റെ യാത്രയിലൊക്കെ എനിക്ക് കാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി കണ്ണൂരിൽ ഇത്രമാത്രം കാടുണ്ടോ? അല്ല, എനിക്കറിയില്ല. കാരണം കണ്ണൂരിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ കുറേ വിശ്വാസങ്ങളും ഭാഷയുടെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നിട്ടുള്ള ഒരു ഭാഗം അതിങ്ങനെ വരുന്നു പോകുന്നതാണോ. പിന്നെ എനിക്ക് ഇപ്പോൾ ചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ആ തലൈമോതിരത്തിൻ്റെ അവസാനം കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണമായിരുന്നു. എൻ്റെ നാട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഉള്ളോട്ടുള്ള ഒരു നാട്. എൻ്റെ ചെറുപ്പത്തിലൊരു 2 ബസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമായിരുന്നുള്ളൂ. ഇപ്പോൾ കുറേ ബസ്സുകളുണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ് വന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, എൻ്റെ നാട്ടിൽ സ്വിഗ്ഗിയിലൊന്നും ആരും ഇതുവരെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ല. ഫ്ലിപ്കാർട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നാടാണ്. പിന്നെ കാവുകള്, തോടുകള്, പാടങ്ങൾ, ഇതൊക്കെ തന്നെ കൃഷിയാണ്. ഒട്ടുമിക്ക ആൾക്കാർ കൃഷി, കൂലിപ്പണി ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോ പിന്നെ ആ സമയത്ത് ഈ പറയുന്നത് പോലെ ഞാൻ ചെറുപ്പത്തില് എൻ്റെ അമ്മയടക്കമുള്ള അമ്മമാരൊക്കെ വിറക് എടുക്കാൻ പോകും. വെറു കൊത്താൻ പോവാ, അല്ലെങ്കിൽ വെറീന് പോവാന്നാണ് പറയാ. വിറകിന് പോവാന്നൊന്നുമില്ല, വെറീന് പോവാന്നാ നമ്മൾ പറയാ. അപ്പോ ഒരു ഞായറാഴ്ച പണിമുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ അടക്കമുള്ള നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും, ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവരിറങ്ങുക. ഇതിനാ വെറീന് പോകാൻ അവരിറങ്ങുന്നത്. അന്ന് ഞങ്ങള് വിറകൊക്കെ അടുക്കളയിലേക്ക്, ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ വിറകൊക്കെ ഇറക്കുക എന്ന് പറയുന്നത് ഭയങ്കര പൈസ ഉള്ളവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ നാട്ടില്. അപ്പൊ ഇവര് പോകുന്ന സമയത്ത് എനിക്ക് മറ്റെവിടെയും പോകാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഇതിന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർ പോയി വരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ കേട്ടൊരു കാര്യം, നാട്ടിൽ നരി ഇറങ്ങി, പുലി ഇറങ്ങി, അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ കുഞ്ഞു നാൾ തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറയാ ഇവര്. ശരിക്കും നരിയും പുലിയൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ ആരും എത്തിപ്പെടാത്ത കുറെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. കാട് എന്നല്ല, ഭയങ്കര അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ഈ പറയുന്നത് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മേന്റെ കൂടെ വിറകിന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറുപ്പത്തിൽ പറ്റിക്കോട്ടിട്ട് കിടക്കുന്ന കാലം തൊട്ട് ഇങ്ങനെ അമ്മേന്റെ പിന്നാലെ പോകുന്നതാ. അപ്പൊ അന്ന് തൊട്ട് ഈ കാട് എന്ന് പറയുന്നത് എനിക്ക് ഒരു വല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര ഒരു നിശബ്ദതയാണെങ്കിലും അല്ലാണ്ട് ഈ മറ്റ് ശബ്ദങ്ങളാണെങ്കിലും, പിന്നെ എപ്പോഴും എന്നെ വല്ലാതെ ഈ തെയ്യം പോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു സാധനമാണ് കാട്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കാടുകളിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം കഥകൾ ഉണ്ടാക്കുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും ഒക്കെ ഈ വിറകിന് പോകുന്ന സമയത്തായിരുന്നു ചെറുപ്പത്തിൽ. കാരണം അത് അധികം ആൾക്കാർ വരാത്ത സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ റബ്ബർ തന്നെയായിരിക്കും. പക്ഷെ റബ്ബർ ആണെങ്കിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ കാട് എന്ന് പറയുന്നത് അധികം ആൾക്കാർ കയറാത്ത സ്ഥലത്തെയാണ്, അല്ലാതെ ഇങ്ങനെയുള്ള കാടുകളെ അല്ല. അപ്പൊ ശരിക്കും കാടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത് ഈ വയനാട്ടിലൊക്കെ പോയപ്പോഴും. അപ്പൊ ഈ ചൂരൽമലയ്ക്ക് അപ്പുറത്ത് അട്ടമല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. വയനാട്ടിന്റെ ഏറ്റവും അറ്റമായിട്ടാണ്, അറ്റമല എന്നാണ് ശരിക്കും പേര്. അപ്പോൾ അട്ടമലയിൽ ഞാനൊരു 3 വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്തിന് അവിടെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു 3 വർഷം മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന ശരിക്കും കാടിൻ്റെ ഒരു നടുവിൽ തന്നെ ഈ സ്ഥലം.
അപ്പോൾ അവിടുന്ന് ഞാൻ വരാറേ ഇല്ലായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകൊക്കെ വല്ലപ്പോഴായിരുന്നു. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറേ നാൾ താമസിക്കുമായിരുന്നു. കാരണം ഈ കാട് എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. കാട്ടിൽ വീട് വെക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. അപ്പം അത്രയ്ക്ക് എനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കാട്. അപ്പോൾ ഈ വയനാടില് ഈ അട്ടമലയ്ക്ക് ഭാഗത്തുള്ള കാടുകളൊക്കെ വല്ലാണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കെപ്പോഴും കാടുകളെ കുറിച്ച് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ തലൈമോതിരം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കഥയാട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതായത് മറ്റ് കഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ, അഹങ്കാരം പറയുന്നല്ല, ചില കഥകളൊക്കെ വന്നു കഴിഞ്ഞാല് രാവിലെ കഥ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടാ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു റിവ്യൂ എങ്കിലും എനിക്കതിന് വരുമായിരുന്നു. തലമോതിരത്തിന് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത പണിയായിരുന്നു. കാരണം ഞാനതിൽ എന്തൊക്കെയോ അങ്ങ് ഞാൻ പൊതുവെ ഞാൻ പിടിക്കാത്തൊരു ടൈപ്പ് സാധനങ്ങൾ പിടിച്ച് ഒന്ന് ബുദ്ധിജീവി കളിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് എന്നെ വായിക്കുന്ന ആർക്കും ഇഷ്ടമായില്ല. അപ്പൊ കുറെ പേര് അത് ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇന്നലെ ഇപ്പൊ നമ്മുടെ ആരൊക്കെയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു കഥ ഇഷ്ടമായില്ല കേട്ടാന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റൂല, ഇങ്ങനെ ഒരു മുകളിലേക്ക് കയറലൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. പിന്നെ അത് അവസാനം അത് സത്യം ഈ നമ്മുടെ ഒരു പൗരത്വം നഷ്ടപ്പെടുക എന്നുള്ളതിനെയൊക്കെ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റു രീതിയിൽ പറയാൻ ശ്രമിച്ചതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നത് നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. അന്നൊരു ഭാഷയിലൊക്കെ ഇത്തിരി മാറ്റമൊക്കെ വരുത്തി, ഒരു തമിഴ് ചൊവ്വയൊക്കെ വരുത്തി അങ്ങനെയൊക്കെ എഴുതാൻ ശ്രമിച്ചതാണ്. വിജയിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം അത് വായിച്ചിട്ട് ആരും അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊരു നല്ല അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായില്ല അത് കയ്യിൽ നിന്ന് പോയതാണ് എന്നുള്ളത്. ശരിക്കും അതൊരു തിരിച്ചറിവ് കൂടിയാണ്. നമ്മുടെ ഇപ്പൊ ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ എൻ്റെ കഴിവ് എവിടെ ഉണ്ട്, ഏതിനപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റൂല എന്നുള്ള ഒരു തിരിച്ചറിവും കൂടിയായിട്ടാണ്. അത് അവസാനം ഒരു മാജിക്കൽ റിയലിസം ഒക്കെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. മനസ്സിലായില്ല എന്ന് രേവതി അടക്കം